ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യൂട്യൂബ് ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയവർക്ക് ലൈവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ മോണിറ്റൈസേഷൻ ആയ ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ലൈവ് ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പം ലൈവ് ആരെങ്കിലുമൊക്കെ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ലൈവ് ചെയ്ത് തുടങ്ങുക. അതുപോലെ ലൈവ് ചെയ്ത് തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് യൂട്യൂബർ പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ എല്ലാവരുടെയും ലൈവിനകത്ത് ഞാൻ ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മൾ ലൈവ് ചെയ്തിട്ടാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകം ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ലൈവ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഈ ലൈവിനകത്ത് നമുക്ക് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ലീഡർ ബോർഡ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം വരാത്തവർക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം യൂട്യൂബ് എല്ലാവർക്കും ഇങ്ങനെ അതിൻ്റെ ആ ഒരു അപ്ഡേറ്റ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകുന്നതാണ്. ലൈവ് ലീഡർ എന്ന ഒരു പുതിയ ഫ്യൂച്ചറാണ് നമ്മുടെ യൂട്യൂബർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈവ് കാണാനായിട്ട് വരും. നമ്മൾ സംസാരിക്കുന്ന രീതികൾ, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ വരും. അപ്പോൾ അവരൊക്കെ നമുക്ക് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, അതുപോലെ കുറേ ഗിഫ്റ്റുകളും ഒക്കെ നമുക്ക് എടുക്കും അല്ലേ. അപ്പം നമ്മളൊരു ടൈം കറക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം ഒത്തിരി ഫ്രണ്ട്സ് വന്ന് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യും. അവർക്ക് അതൊരു സന്തോഷം കൊണ്ട് സൂപ്പർ ചാറ്റ് ചെയ്യും, മെമ്പർഷിപ്പ് എടുക്കും. അതിൽ നിന്നെല്ലാം നമുക്ക് ഏണിങ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ലീഡർ ബോർഡ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ലൈവിനകത്തെല്ലാം കാണുമായിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നതും പിന്നെ സൂപ്പർ ചാറ്റ് ചെയ്യുന്നതും ഗിഫ്റ്റ് തരുന്നവർക്കൊക്കെ ലീഡർ 1, 2, 3 എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ലൈവുകളിലും ഇപ്പം വന്നിട്ടുണ്ട്. വരാത്ത ലൈവുകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഗിഫ്റ്റ് തരുന്ന അല്ലെങ്കിൽ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആരാണ് അവർക്കാണ് ലീഡർ ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ആകും, തേർഡ് ആകും. പിന്നെ ഇതെല്ലാം നിന്ന് കഴിഞ്ഞിട്ട് കുറേ പേര് അവർ പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ വരുവാണെങ്കിൽ അവർക്ക്, അങ്ങനെയൊക്കെ നമ്മുടെ യൂട്യൂബർ പുതിയൊരു ഒരു ഫ്യൂച്ചറായിട്ട് നമ്മുടെ മുമ്പിലോട്ട് വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനവും നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലീഡർ ബോർഡ് വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോസോ ഒരു ഷോർട്സോ ഇട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാട്ടിൽ ഇരട്ടിയായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം മാക്സിമം ഒരു ലൈവിനകത്തൊക്കെ കയറിയാൽ ഏകദേശം ഒരു 10,000 പേരൊക്കെ നമ്മുടെ ലൈവ് കാണുകയാണെങ്കിൽ, ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയായാലും ഒരു 500 രൂപയുടെ ഒരു സൂപ്പർ ചാറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് $4 അതുപോലെ $3 ആ ലെവലിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് എയിം ചെയ്തെടുക്കാം അല്ലേ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, മാക്സിമം ആരെങ്കിലുമൊക്കെ ലൈവ് ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആക്കാനായിട്ട് നോക്കുക. ആദ്യമൊക്കെ ലൈവിനകത്ത് അധികം ആളൊന്നും വരത്തില്ലായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ എന്നാലും അത് കണ്ടിന്യൂ ആക്കി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ആളൊക്കെ വരികയും അതുപോലെ തന്നെ നമുക്ക് ഓരോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടാനും നമുക്ക് ഉപകരിക്കുന്നതാണ്. ക്രിയേറ്ററിനെ സംബന്ധിച്ച്, ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചും വരുമാനം കൂടാനുള്ള പുതിയൊരു ഉപാധിയും കൂടിയാണ് ഈ ഒരു ലൈവ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ ലൈവിനെ കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ദോഷങ്ങളും ഉണ്ട്. കാരണം സൈഡ് എഫക്റ്റായിട്ട് കുറച്ച് ദോഷങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആരെങ്കിലും നമ്മുടെ ലൈവിനകത്ത് വന്നിട്ട് നമ്മളെക്കുറിച്ച് മോശമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് കേട്ടോ. കാരണം അവരെ മാക്സിമം അങ്ങനെ പറയുന്നവരെ റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരുപാട് ചാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ബ്ലോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ വായിച്ച് കഴിയുന്നതിന് മുമ്പായിട്ട് ഈ ബാഡ് കമൻറ്റൊക്കെ അവർ മാക്സിമം എടുത്ത് കളയാനും ഒക്കെ പറ്റും. ടൈം ഔട്ട് കൊടുത്തു മാറ്റാം. അങ്ങനെയൊക്കെ നമുക്ക് അതിനകത്തൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈവ് ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ലൈവ് ചെയ്ത് തുടങ്ങുക, നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം, ഇതുവരെയും വാച്ച് അവർ ആകാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഫേസ് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാച്ച് അവർ ആകും. ഒറ്റ മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് വാച്ച് അവർ ആകാനുള്ള ഒരു സാധ്യതയല്ല, വാച്ച് അവർ ആകും. കാരണം എനിക്ക് പ്രയോജനമുള്ള കാര്യമാണ് അത്. ഞാൻ ആ വാച്ച് അവർ ആയതും മെയിനായിട്ടും വീഡിയോസ് ഇട്ടാലൊന്നും നമുക്കധികം ഒന്നും വ്യൂസ് ഒന്നും കിട്ടാതെ ഇരുന്ന സമയങ്ങൾ നമുക്ക്
നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതലും കയറിപ്പോയത് റീൽസ് ആയിരുന്നു. അതിൽ നമുക്ക് വാച്ചർ ആകത്തില്ലെന്ന് ഞാൻ പറയാതെ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മാക്സിമം ലൈവ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വാച്ചർ കൂടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലുമൊക്കെ ലൈവ് ഇടാൻ അറിയാൻ വയ്യാത്തൊരു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് ലൈവ് ഇടുന്നത് എന്ന് ഉള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ വരുന്നിടം വരെ ഓക്കെ, ബൈ, സി യു.